അഹമ്മദാബാദിൽ നിന്നും PR അരവിന്ദ് തത്സമയം വിവരങ്ങൾ നൽകാനായി ചേരുന്നു. അരവിന്ദ്, രണ്ട് കാര്യങ്ങളാണ് നടക്കാനുള്ളത്. ഒന്ന്, മൃതദേഹം DNA ടെസ്റ്റിലൂടെ തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടു നൽകണം. ആ നടപടികൾ പുരോഗമിക്കുന്നു എന്നറിയുന്നു. മറ്റൊന്ന്, അപകട കാരണം കണ്ടെത്താനുള്ള അന്വേഷണം, അതിലും വിദഗ്ധ സമിതി രൂപീകരിച്ച് അന്വേഷണത്തിലേക്ക് കടക്കുമെന്നറിയുന്നു. നിലവിൽ എന്തൊക്കെ അന്വേഷണങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ടോ? ജിൽസി, ഇതുവരെ 6 മൃതദേഹങ്ങളാണ് ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുള്ളത്. അതായത് ഇന്നലെ DNA സാമ്പിളുകൾ ശേഖരിച്ച ആ മൃതദേഹങ്ങളുമായി ബന്ധപ്പെട്ടുള്ള 6 മൃതദേഹങ്ങൾ ഇതിനോടൊപ്പം തന്നെ കൈമാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ സിവിൽ ഹോസ്പിറ്റലിന്റെ പോസ്റ്റ്മോർട്ടം റൂമിന് പുറത്താണ്. 6 മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. മറ്റു മൃതദേഹങ്ങൾ DNA സാമ്പിൾ ശേഖരിക്കുന്ന മുറയ്ക്ക് ബാക്കി നടപടികൾ ക്രമങ്ങൾ പുരോഗമിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇവിടെയുള്ള പോലീസുകാരും അതുപോലെ തന്നെ ആശുപത്രി അധികൃതരടക്കം വ്യക്തമാക്കുന്നത്. DNA സാമ്പിളുകൾ ഇതിനോടൊപ്പം തന്നെ നിരവധി ശേഖരിച്ചിട്ടുണ്ട്. അത് DNA മറ്റ് മൃതദേഹങ്ങളുമായി യോജിപ്പിച്ച് പരിശോധനകൾ തുടരുകയാണ്. ആ പരിശോധനയുടെ ഫലം കിട്ടുന്ന അനുസരിച്ചായിരിക്കും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് തന്നെ സർക്കാർ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അതേസമയം തന്നെ മറ്റൊരു സൈഡിൽ കൃത്യമായൊരു അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്നൊരു ആവശ്യം ശക്തമായിട്ടുണ്ട്.